ഇന്ന് ഞാൻ സംസാരിക്കുന്നത് കോൺട്രേറിയൻ ഇൻവെസ്റ്റ്മെൻറ്റ് സ്ട്രാറ്റജിയെ കുറിച്ചാണ്. ഇത് രണ്ട് തരത്തിലാണ് ഞാൻ സംസാരിക്കുന്നത്. ഇതിനെക്കുറിച്ച് പഠിച്ചപ്പോൾ ഇതിനകത്ത് പലതും വലിയ ആൾക്കാർ ഉപയോഗിക്കുന്നുണ്ട് എന്നും ചെറുതായിട്ടാണെങ്കിലും ഞാൻ എൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് സ്ട്രാറ്റജിയിൽ ഇത് ഉൾപ്പെട്ടിട്ടുണ്ടെന്നും എനിക്ക് മനസ്സിലായി. അപ്പോൾ അതിനകത്ത് മെയിൻ പോയിൻറ്റ്സാണ് ഞാനിവിടെ പറയുന്നത്. ഇത് ബേസിക്കലി മാർക്കറ്റ് ട്രെൻഡിന് എതിരെ പോവുക എന്നുള്ളതാണ്. നമുക്ക് സിമ്പിളായിട്ട് പറഞ്ഞാൽ, അതായത് നന്നായിട്ട് പെർഫോം ചെയ്യുമ്പോൾ വിൽക്കുക, നന്നായിട്ട് എക്സെപ്ഷനലി പുവർ പെർഫോമൻസിൻ്റെ സമയത്ത് വാങ്ങുക, നന്നായിട്ട് പെർഫോം ചെയ്യുന്ന സമയത്ത് വിൽക്കുക. ഇത് പറയാമെങ്കിലും ഇതിനകത്ത് ഒരു ചെറിയ വ്യത്യാസങ്ങളുണ്ട്. അവിടെയാണ് ഇത് വർക്കൗട്ട് ചെയ്യുന്നത്. ഇപ്പോൾ പാനിക്കായിട്ടുള്ള സെല്ലിംഗ് ആണോ, അതാണ് ഒരു ഓപ്പർച്യൂണിറ്റി. അതേപോലെ തന്നെ എന്തൂസിയാസം അങ്ങ് പീക്കിലാണെങ്കിൽ ആ സമയത്താണ് സെല് ചെയ്യേണ്ടതും അല്ല ഷോർട്ട് ചെയ്യേണ്ടതും. ബേസിക്കലി നമ്മൾ ഇവിടെ എമോഷൻസ്, മാർക്കറ്റിൻ്റെ എമോഷൻസ്, അതായത് മാർക്കറ്റിൽ ഇൻവോൾവ് ആയിട്ടുള്ള പേഴ്സണലിൻ്റെ എമോഷൻസ് അല്ലെങ്കിൽ അതിൻ്റെ മിസ്ഇൻ്റർപ്രിട്ടേഷൻ എക്സ്പ്ലോയിറ്റ് ചെയ്യാണ് ഇവിടെ ചെയ്യുന്നത്. അപ്പോൾ ഇതിനകത്ത് എന്തൊക്കെ മെട്രിക്സ് നമ്മൾ ഉപയോഗിക്കുന്നത് വെച്ചാൽ PE, PB, പിന്നെ RSI ബിലോ 30 ആകുമ്പോൾ, അതായത് ഓവർ സോൾഡ് പൊസിഷൻ ആയിരിക്കും, ഹൈ ഷോർട്ട് ഇൻട്രസ്റ്റ് ആയിരിക്കുമ്പോൾ, ഹെവി ഷോർട്ടിങ്, അതെല്ലാം ഇതിനകത്ത് പ്രത്യേകതകളാണ്. ഇതിനകത്ത് റിസ്ക് ഉണ്ട്, പ്രിക്കോഷൻസ് ചെയ്യേണ്ടതുണ്ട്. വാല്യൂ ട്രാപ്സിനകത്തേക്ക് പെടരുത്. അതായത് അസറ്റ് റിയലി ബാഡ് തന്നെയാണ് എങ്കിൽ അത് വാങ്ങാതിരിക്കുക എന്നുള്ളതാണ്. പക്ഷെ നമ്മളൊരു എമോഷണലായിട്ടുള്ള ഒരു പെർസെപ്ഷനിൽ അത് ബാഡെന്ന് ആണ് മാർക്കറ്റ് അത് കാണുന്നതെങ്കിൽ നമുക്കത് വാങ്ങാം. അതാണ് വ്യത്യാസം. ചിലപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നതിനേക്കാൾ കൂടുതൽ എക്സ്റ്റെൻഡഡ് ടൈം നമ്മൾ മണി ഇൻവെസ്റ്റഡ് ആയി പോകും. അപ്പോൾ അതിന് റെഡി ആണെങ്കിൽ മാത്രമേ ഇത് ഉപയോഗിക്കാവുള്ളൂ. ഫാളിംഗ് നൈഫ് പിടിക്കരുത് എന്ന് പറയുന്നിടത്താണ് ഇവിടെ വാങ്ങുക എന്ന് നമുക്ക് തോന്നും. പക്ഷെ അങ്ങനെയല്ല. ഫാളിംഗ് നൈഫ് വീഴുന്നിടത്ത് അത് സ്റ്റെബിലൈസ് ചെയ്യുമ്പോഴാണ് നമ്മളതിനെക്കുറിച്ച് വാങ്ങുന്ന കാര്യം ആലോചിക്കുക. ആ വീഴുന്ന സമയത്തല്ല നമ്മളിത് ചെയ്യേണ്ടത്. ഇത് ബഫറ്റും ഉപയോഗിക്കുന്നുണ്ട്, അതേപോലെ തന്നെ ഹോവാർഡ് മാർക്സ് എന്ന ഒരാൾ ഉപയോഗിക്കുന്നുണ്ട്. ബഫറ്റിൻ്റെ കാര്യങ്ങൾ നേരത്തെ പറഞ്ഞിട്ടുള്ളത് കൊണ്ട് ഇപ്പം ഞാൻ വിവരിക്കുന്നില്ല. മാർക്സിൻ്റെ സ്റ്റെപ്സ് ഞാൻ പറയാം. മാർക്കറ്റ് ശരിക്കും ബാഡ് പ്രോസ്പെക്ട്സിലാണ് പോകുന്നത്, അഥവാ സെല്ലിങ്ങിലാണ് പോകുന്നത് എങ്കിൽ നമ്മൾ നോക്കേണ്ടത് എല്ലാവരും അങ്ങനെയാണോ ചെയ്യുന്നത് എന്നാണ് നമ്മൾ നോക്കേണ്ടത്. പല സെക്ടേഴ്സ് ഉണ്ടല്ലോ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ആളുകളുടെ ഇടയിൽ തന്നെ പല സെക്ടേഴ്സ് ഉണ്ട്. അവരെല്ലാവരും ഇങ്ങനെ തന്നെയാണോ ചെയ്യുന്നത്? ആ സമയത്ത് മാർക്സ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ കറക്ഷൻ ഉണ്ടാവും. ആ കറക്ഷൻ ആക്ച്വൽ കറക്ഷൻ ആണോ അതോ ഓവർ കറക്ഷൻ ആണോ? ഓവർ കറക്ഷൻ ആണെങ്കിൽ അവിടെ ബൈ ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്. ഇതിൻ്റെ ഒരു സൈക്കോളജി നോക്കുകയാണെങ്കിൽ ഫിയർ അല്ലെങ്കിൽ പാനിക് ഒരു സൈഡിൽ കിടക്കുന്നു, ഗ്രീഡ് വേറെ സൈഡിൽ കിടക്കുന്നു. എപ്പോഴും സ്റ്റോക്ക് മാർക്കറ്റ് അങ്ങനെയാണ്. ഇതിൻ്റെ ഇടയിലാണ് ആ പ്രഡിക്ഷൻ നമ്മൾ നടത്തേണ്ടത്. ആ ബൈ എന്നുള്ളത് പ്രഡിക്ഷൻ നടത്തുന്നത് ഈ രണ്ട് നമ്മൾ റിയൽ ആണോ അതോ അത് മിസ്ലീഡിങ് ആണോ എന്ന് നോക്കിയിട്ട്, അത് മിസ്ലീഡിങ് ആണെങ്കിൽ അവിടെ നമ്മൾ ബൈ അല്ലെങ്കിൽ ഷോർട്ടിങ് ചെയ്യുക എന്നുള്ളതാണ്. റിസ്കി ആയിട്ട് ഹോൾഡ് ചെയ്യരുത് എന്നുള്ളത് ഇതിൽ ഈ സ്ട്രാറ്റജിയിൽ ഒരു ഇതാണ്. അങ്ങനെയാണെങ്കിൽ അത് ഒഴിവാക്കണം. ലോ പ്രൈസ്ഡ് ആണെങ്കിൽ ഓഫ് കോഴ്സ് അവിടെയാണ് വാങ്ങുക. ഇന്നിപ്പോൾ 2026 നിന്നിട്ട് ഇതുവരെയുള്ള ചരിത്രം ഇനിയുള്ള ചരിത്രം ആവണമെന്നില്ല. അതുകൊണ്ട് 2026 നിന്നുകൊണ്ട് നമുക്കിത് ആലോചിച്ച് കഴിഞ്ഞാൽ ഫിയർ അല്ലെങ്കിൽ പാനിക്കും അതുപോലെ ഫോമോ ഗ്രീഡ് എന്നുള്ള ഒരു കാര്യം സോഷ്യൽ മീഡിയ ആംപ്ലിഫൈ ചെയ്യുന്നുണ്ട്. സോഷ്യൽ മീഡിയ ഫിയറിനെയും അതേപോലെ തന്നെ ഗ്രീഡിനെയും ആംപ്ലിഫൈ ചെയ്യുന്നുണ്ടോ? നല്ലതാണെന്നുള്ള രീതിയിലായിരിക്കാം, അല്ലെങ്കിൽ ചീത്തയാണെന്നുള്ള രീതിയിലായിരിക്കാം.
ആംപ്ലിഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ അതൊരു ഓപ്പർച്യൂണിറ്റിയാണ്. അവിടെ നമ്മൾ സ്റ്റഡി സ്റ്റാർട്ട് ചെയ്യണം. അതേപോലെ തന്നെ ആ ഫോള് അല്ലെങ്കിൽ ആ കറക്ഷൻ അല്ലെങ്കിൽ ആ റൈസ് അത് ടെമ്പററി ആണോ പെർമനൻ്റ് ആണോ? പെർമനൻ്റ് ആണെങ്കിൽ അതായത് അതിൻ്റെ അർത്ഥം ഞാൻ ഉദ്ദേശിക്കുന്നത് സ്ട്രക്ചറൽ ആയിട്ടുള്ള ചേഞ്ച് ആണെങ്കിൽ അത് പെർമനൻ്റ് ആണ്. അങ്ങനെയുള്ളിടത്തല്ല നമ്മളത് ചെയ്യേണ്ടത്. ടെമ്പററി ആയിട്ട് അത് എമോഷൻ കൊണ്ട് വരുന്ന ചേഞ്ചസ് ആണ് നമ്മൾ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നത്. ഇപ്പം നമുക്ക് ഇവിടെ ഗട്ട് ഫീലിങ്സിലല്ല ഇത് പോകുന്നത്. ഇത് ഡേറ്റ സ്റ്റഡി ചെയ്ത് അതിനാൽ ഇപ്പം ഉദാഹരണത്തിന് ഇപ്പോൾ അൺപോപ്പുലർ ആയിട്ടുള്ള സെക്ടേഴ്സ് ഏതാണ് അത് നമുക്ക് സ്റ്റഡി ചെയ്യാവുന്നതാണ്. ഇപ്പോൾ SMA എടുത്ത് നോക്കിയാൽ അൺപോപ്പുലർ ആയിട്ടുള്ള സെക്ടേഴ്സ് നമുക്ക് കിട്ടും. ഡെപ്റ്റ് ബൈ ഈക്വിറ്റി അത് 1 താഴെയായിരിക്കണം. ROE 15% മുകളിലായിരിക്കണം. ഇതൊക്കെ സാധാരണ ബഫറ്റ് ചെയ്യാറുള്ളതാണ്. അതേപോലെ തന്നെ ക്യാഷ് ഫ്ലോ ഉണ്ടോ എന്ന് നോക്കണം. പിന്നെ ഇതിനകത്ത് വരുന്ന RSI ബിലോ 30, അതായത് ഓവർ സോൾഡ് പൊസിഷൻ ആണെങ്കിൽ അവിടെ ഒരു ഗ്രീഡ് ഉണ്ടാവാം അല്ലെങ്കിൽ ഒരു ഫിയർ ഉണ്ടാവാം. അത് നമ്മൾ നോക്കണം. എടുക്കുമ്പോൾ സ്റ്റാർട്ടേഡായിട്ട് ബൈ ചെയ്യുക, അത് സ്റ്റഡി ചെയ്യുക. അതേപോലെ തന്നെ ചെറിയ സ്മോൾ ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ടാണ് ആഡ് ചെയ്യുകയോ അല്ലെങ്കിൽ റെഡ്യൂസ് ചെയ്യുകയോ ചെയ്യേണ്ടത്. അത് കോൺഷ്യസ് ആയിട്ടുള്ള ഡിസിഷൻ ആയിരിക്കണം. അല്ലാതെ ഒരു ഫ്ലോയ്ക്ക് അനുസരിച്ചിട്ടല്ല പോകേണ്ടത്. ഊത്ത പോലെയാണ് ആളുകൾ മിക്കവാറും വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്നത്. അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. ഫൈനൽ നോട്ടായിട്ട് എനിക്ക് പറയാനുള്ളത്, ചീപ്പ് എന്ന് പറയുന്നത് വാല്യൂ ബൈ അല്ല. പ്രീമേച്ചർ ഷോർട്ടിങ് അവോയ്ഡ് ചെയ്യുക, സെല്ലിങ് അല്ലെങ്കിൽ സെല്ലിങ് അവോയ്ഡ് ചെയ്യുക. നിങ്ങളുടെ ക്യാഷ് ഒരു 3 to 5 ഇയേഴ്സിൽ ഹൊറൈസണിൽ അത് ബ്ലോക്ക് ആയിരിക്കും എന്ന എക്സ്പെക്റ്റേഷനിൽ വേണം സ്റ്റാർട്ട് ചെയ്യാൻ. അതിനുശേഷം തീരുമാനങ്ങൾ എടുക്കാൻ പറ്റും. കാരണം പലപ്പോഴും ഈ ഒരു സ്ട്രാറ്റജി എടുത്തു കഴിഞ്ഞാൽ ഒരു 5 ഇയേഴ്സൊക്കെ ഈസി ആയിട്ട് ക്യാഷ് ബ്ലോക്ക് ആവാൻ ചാൻസ് ഉണ്ട്. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് എപ്പോഴും ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് സെബി രജിസ്റ്റേർഡ് ആയിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് സ്ട്രാറ്റജിസ്റ്റിൻ്റെ ഏജൻസിൽ മാത്രമായിരിക്കണം. എൻ്റേതായിട്ടുള്ള സ്റ്റഡീസ് എല്ലാം എഡ്യൂക്കേഷൻ പർപ്പസിൽ അത് കണ്ടിന്യൂസ് ഞാൻ തന്നെ ചെയ്യുന്നത്, ഞാൻ തന്നെ അവിടെ പറയുന്നു എന്നുള്ളത് എല്ലാം ഒന്നും പുതുവണമൊന്നുമല്ല. കുറേ എനിക്ക് റിസൾട്ട് കിട്ടുന്നുണ്ട് എന്നുള്ളത് മാത്രം. എല്ലാവർക്കും ആശംസകൾ. താങ്ക് യു.